പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഗായ്സ് ഞങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. 2 മാസത്തിന് ശേഷം ഞങ്ങൾ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയും ഗായ്സ് കൊറേ ആഫ്റ്റർ ലോങ് ടൈമിന് ശേഷം വീഡിയോ. പക്ഷെ നമ്മൾ ഇത്ര ലോങ് ഈ വീഡിയോ തുടങ്ങിയിട്ട് ഇത്ര ലോങ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 ദിവസം അതിനപ്പുറം നമ്മള് വീഡിയോ ഇടാതിരുന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ വീഡിയോ ധരിക്കാൻ വേണ്ടിട്ട് വലിയൊരു കാരണമുണ്ട് ഗായ്സ്. അത് കാരണമാണ് ഞങ്ങള് വീഡിയോസ് ഇത്രയും കാലം ഇടാതിരുന്നത് കേട്ടോ. അപ്പൊ ആ കാരണം എന്താന്ന് നമ്മുടെ അക്കുബേബി പറയും. അക്കു എന്താ നമ്മൾ ഇത്ര ദിവസം വീഡിയോ ഇടാന് ഇത്രയുള്ള കുഞ്ഞ സർപ്രൈസ് ആയിട്ട് പറ ഗായ്സ്. അത് വളരെ സർപ്രൈസ് ഉള്ള ഒരു സംഭവമാണ് പറ. കാര്യമാണ് അന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കാണിച്ചു തരാം. പറ കാണിച്ചു കൊടുക്ക്. ഫോണും കൂടെ കൊണ്ടുവരാൻ അറിയില്ല. അപ്പൊ ഞങ്ങള് ഇതാണ് ഗായ്സ് ആ സംഭവം. അത് കൊറേ ഉണ്ടല്ലോ. ആകെ ഗായ്സ് എത്ര മാസമായി? അതിന് മുന്നേ ഇപ്പൊ സ്കാനിങ് കഴിഞ്ഞില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ സ്കാനിങ് അല്ല അക്കു പറഞ്ഞൂലേ? അക്കു പറഞ്ഞേ. അപ്പൊ അതന്നെയാണ് ഗായ്സ് ഒരു വീഡിയോ ഇടാൻ പറ്റിയ മതി പിന്നെ പറയട്ടെ. അപ്പൊ ഞങ്ങക്ക് വീഡിയോ ഇടാൻ പറ്റിയ ഒരു മാനസികാവസ്ഥ ആയിരുന്നില്ല. അതായത് രണ്ടും. അതായത് സത്യം അല്ലാത്തൊരു അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി ആയിരുന്നു. അപ്പൊ എനിക്ക് എന്താ പറയാ ഫസ്റ്റ് തന്നെ എനിക്കൊരു ഭയങ്കര ടെൻഷൻ ആയിരുന്നു. കാരണം എന്നെക്കാട്ടും ഉപരി ഇവരൊക്കെ ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. എനിക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ആദ്യം തന്നെ ഡോക്ടറെ കണ്ടതിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു കേട്ടോ. അവരായിട്ട് നന്നായി അവര് നമ്മളെ ഈ ശ്വാസം മുട്ടലിന്റെ ഒരു പേടി നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മളെ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ശ്വാസം മുട്ടലിന് ഇതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമുക്ക് നിങ്ങൾക്ക് ഇനിയിപ്പോ ഒരു ബേബി കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ഹാപ്പി ആയി. പിന്നെ പക്ഷെ അപ്പൊ എനിക്ക് ആദ്യം തന്നെ പറയണം എന്ന് നിങ്ങളടുത്ത് അറിയിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്റെ സിറ്റുവേഷൻ വളരെ മോശം. ആ സിറ്റുവേഷനിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ പറയാ വോമിറ്റിങ്, ക്ഷീണം അതെനിക്ക് ഫസ്റ്റ് അക്കുവിന്റെ പ്രഗ്നൻസിയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇതിലും ഉണ്ട്. ഇതിൽ എന്റെ ഉപരി ശ്വാസം മുട്ടലും കൂടി ഇങ്ങനെയാണ് ഗൈസ്. അപ്പൊ ഇപ്പൊ തന്നെ ബെഡിലാണ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഞാൻ ഫുൾ കിടത്താൻ തന്നെയാണ്. അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിങ്ങളോട് പറയാൻ തോന്നി നമുക്കിതിങ്ങനെ എടുത്തു വെക്കാൻ പറ്റില്ല ഗൈസ്. എല്ലാ ദിവസവും നമ്മള് വീഡിയോ ഇടാൻ വേണ്ടിട്ട് ഇരിക്കും. പക്ഷെ ഇരിക്കുന്ന സമയത്ത് അവിടെ പോകും നമുക്ക് പറ്റില്ല കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ കൂടെ അത് നമ്മുടെ ഒരു നമ്മുടെ കുടുംബം പോലെയാണ്. അപ്പൊ നമുക്കിത് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഒരുപാട് പേര് ഹാപ്പി ആവുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളിത് പറയാന്ന് വിചാരിച്ചിട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞങ്ങള് അപ്പൊ മുതലേ പ്രഗ്നന്റ് ആണ് എന്ന് അറിഞ്ഞ മുതല് ഇതുവരെയുള്ള എന്റെ ഒരു ജേണി ഞങ്ങൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് വരും. അതിന് ശേഷം അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ ഞങ്ങൾ എന്തുകൊണ്ട് ഇത്ര ദിവസം വീഡിയോ ഇട്ടില്ല. അപ്പൊ അത് കണ്ടിട്ട് വരും ഗൈസ്. അവിടെ കിടക്കണ്ട, ഇങ്ങോട്ട് വാ. സംഭവം കണ്ടല്ലോ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞങ്ങളുടെ വെള്ള അവസ്ഥ ഇതിന് പിന്നാലെ ഞാൻ ഓടും. ഛർദിക്ക് അങ്ങോട്ട് ഓടുമ്പോ പിന്നാലെ വെള്ളം കൊണ്ട് ഞാൻ ഓടും. ഇങ്ങോട്ട് ഓടുമ്പോ പിന്നാലെ വെള്ളം കൊണ്ട് പോകും.
തന്നെയായിട്ടാ വേണം. ഇവ രാത്രിയാണല്ലോ വരുള്ളൂ. അപ്പൊ ഇവിടെ അമ്മയും അക്കു ഉണ്ടാവും. അക്കുനെ ജോലി ഏൽപ്പിച്ച് കൊടുക്കണം. അക്കുനെ ഛർദിക്കുമ്പോ അപ്പൊ വെള്ളം കൊണ്ടു കൊടുക്കണം എന്നുള്ളത്. അത് എവിടെന്നേലും വെയിറ്റ് പിടിച്ചിട്ട് വെള്ളം കൊണ്ടുവന്നു വീഡിയോസ് എടുത്ത് വെച്ചിട്ട് തോന്നും കേട്ടോ. അല്ലേ ഇതിലെടുത്ത് വെച്ചിട്ട് വെള്ളം കൊണ്ടുവരുന്ന വീഡിയോ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാം. അപ്പൊ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ നമ്മളതിന്. പിന്നെ അമ്മ എന്ന് വെച്ചാൽ ഷോപ്പ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മാനസികമായിട്ട് കുറച്ച് ഇതായുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇപ്പോഴാണെങ്കിലോ ഓണം കല്യാണം അങ്ങനെ സീസൺ ആയിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നമ്മൾ അടയ്ക്കാന്ന് വെക്കുക എല്ലാവർക്കും ഷോപ്പ് സ്ഥിരമായിട്ട് അങ്ങനെ അടച്ചിരുന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാനിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മള് മോഹിച്ച് ആഗ്രഹിച്ച് കാരണം നമ്മുടെ ഷോപ്പിനെ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. അത് വിട്ടുകൊടുക്കണ്ട വിചാരിച്ചിട്ട് നമുക്കത് അത്രയും എന്താ നമ്മളത്രയും അങ്ങനെ എന്തെങ്കിലും തിരിച്ചെടുത്ത സംഭവമാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് സത്യം പറയുന്ന പ്ലാനേ ആയിരുന്നില്ല, അൺഎക്സ്പെക്ടഡ് ആയിരുന്നുണ്ടോ. പിന്നെ നമുക്ക് ദൈവം തരുന്നതാണല്ലോ. അപ്പൊ നമ്മള് അത് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അതിനെ കുറിച്ച് നമുക്ക് ടെൻഷൻ, നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നം മാത്രമല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ഷോപ്പാണാകുമ്പോ കുഴപ്പമില്ല. നമ്മളിപ്പോ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടേക്ക് ഇനി 3 മാസം കഴിഞ്ഞിട്ട് ഓക്കെ എന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ അമ്മേനെ വിട്ടു കഴിഞ്ഞാൽ അവന്റെ ഷുഗറും ബിപിയും എല്ലാം അതെന്താ അറിയോ, ആൾക്ക് പനി വന്നില്ലേ? പനി വന്നിട്ട് മറ്റേ എന്താ പറയാ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്താണ് ഷുഗറിന്റെ കുറച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതൊക്കെ പാടെ ഇപ്പൊ എനിക്ക് കുറച്ച് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ഗൈസ്. അപ്പൊ എനിക്ക് പിന്നെ നിങ്ങൾക്ക് അറിയാലോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രഗ്നന്റ് ആയ പലർക്കും ഒരു എന്ത് സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് വൊമിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ക്ഷീണം, അപ്പൊ നമുക്ക് പിന്നെ വിശക്കും, നമുക്ക് ദേഷ്യം കൂടുതലാവും, അതൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ വെച്ചാൽ അക്കുവിന് എനിക്ക് സ്കൂളിൽ ചേർത്തേണ്ട ആ ഒരു ഇത് അതൊക്കെ ഓർത്തിക്ക് ഭയങ്കര. അപ്പൊ ഇവര് പറഞ്ഞു അവൻ എന്താ പറയാ മറ്റേ IAS ഒന്നല്ല പഠിക്കാൻ. അപ്പൊ ഈ ഫാമിലി നമ്മുടെ കൂടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. എന്നാലും എനിക്ക് എന്താ പറയാ അവനെ കൂടുതൽ കെയർ എല്ലാ അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗൈസ്. എല്ലാ അമ്മമാർക്കും ഉള്ള ഒരു ഇതാവും, കുറച്ചും കൂടി ആവട്ടെ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് എന്താ ചെയ്യണം അങ്ങനെ ആയിപ്പോയിട്ടോ. അപ്പൊ പിന്നെ നമ്മളിപ്പോതാ പിന്നെ അക്കു പിന്നെ എന്താ പറയാനുള്ള അക്കു എന്താ വിളിക്കുക? അക്കു ലീലാമണി എന്നാ പറയുന്നത്. അപ്പൊ ലീലാമണിയോ ലീലാമണനോ ആരായാലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിനെ കിട്ടാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ. അപ്പൊ എന്താ പറയാ ഇനി മുതൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉള്ളതെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ്, ഞാൻ എല്ലാം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ അതാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് 2 months കഴിഞ്ഞു. അത് പറയാൻ പറഞ്ഞു ഗൈസ്. ഇപ്പൊ എനിക്ക് 2 months 2 months എനിക്ക് 3 സ്കാനിങ്സ് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താ അറിയോ പെയിൻ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. എനിക്ക് അതായത് നമുക്ക് മെൻസസ് ആവണ പോലത്തെ ഒരു പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പിന്നെ റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ റെസ്റ്റും കാര്യങ്ങളും അതായത് വൊമിറ്റ് ചെയ്ത് ഞാൻ വയ്യ. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ ഇനി മുതൽ എന്റെ പ്രഗ്നൻസി ജേണി ഇവിടുന്ന് മുതൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ബുദ്ധിമുട്ടാവും. പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഇടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ എനിക്ക് 2 months ആയിരുന്നു. 3 months തൊട്ടിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഡോക്ടർ. ചിലവർക്ക് 4 months. അത് കഴിഞ്ഞാൽ നമ്മള് പിന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണ് പറഞ്ഞത്. പിന്നെ ഈ വൊമിറ്റിങ്ങും കാര്യങ്ങളും കാരണം നമുക്ക് ബേബിക്ക് അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പൊ അതൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ നിലവിൽ ഇതുവരെ എനിക്ക് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതുണ്ടായ ഇതുണ്ട്, അത് നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല ഗൈസ്. നമ്മൾ അനുഭവിച്ചല്ലേ പറ്റും. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കണം അല്ലേ? അത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ഇനി ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോസ് ആയിട്ട് വരാം. കുറച്ച് വീഡിയോസ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും അല്ലേ? ഇനി കുഴപ്പമൊന്നുമില്ല. 3 മാസം കഴിഞ്ഞാൽ നോർമലി കുറച്ച് വോമിറ്റിംഗ് ഒക്കെ കുറയാറുണ്ട്. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ ഒരുപാട് എനിക്ക് പ്രഗ്നൻസി ക്രേവിങ്സ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഫുഡ് കഴിക്കാൻ നമ്മളെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ക്രെഡിറ്റ് ഒരുപാടുണ്ട് കേട്ടോ. അപ്പൊ അത് നല്ല നല്ല വീഡിയോസ് പോവും. പക്ഷെ കഴിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് ഭയങ്കര ഹാപ്പി ന്യൂസ് ആയിട്ട് അപ്പൊ തന്നെ നിങ്ങളെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ യൂട്യൂബ് ഞാൻ പണ്ടന്നെ വിചാരിച്ചായിരുന്നു അക്കൂല യൂട്യൂബ് ചാനലൊന്നുമില്ല. അപ്പൊ സെക്കൻഡ് പ്രഗ്നൻസിന് നമ്മൾ മറ്റേ കാർഡില് ടെസ്റ്റ് ചെയ്യണതൊക്കെ എടുത്ത് സർപ്രൈസ് ആയിട്ട് കാണിച്ച് ഇവിടെ എല്ലാവരുടെ റിയാക്ഷൻ വീഡിയോസ് അങ്ങനെയല്ലേ ഇപ്പൊ എല്ലാരും ഇട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ എന്റെ മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഇത് ഹോസ്പിറ്റലിൽ വേറൊരു കാര്യത്തിന് പോയപ്പോഴാണ് നമുക്കിത് ചെക്ക് ചെയ്യേണ്ടി വന്നത് അല്ലെ?
അപ്പൊ അത് കാരണം നമുക്ക് ഒരു റിയാക്ഷൻ എടുക്കും. നമുക്ക് ആക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കൊരു കാർഡ് വാങ്ങി ഇതാക്കി വേണമെങ്കിൽ ചെയ്യാം. അതായത് ശ്വാസം മുട്ടുള്ള സമയത്ത് നോർമലി വോമിറ്റ് അല്ല ഞാൻ മെൻസസ് ആയി എനിക്ക് അക്കുവിന്റെ അതന്നെയായിരുന്നു. പക്ഷെ അപ്പൊ എനിക്കൊരു ഡൗട്ട് ആയിട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ ബ്ലഡ് കുറവായപ്പോ എനിക്കൊരു ഡൗട്ടായി. അപ്പൊ പക്ഷെ ഞങ്ങൾ ഡോക്ടറോട് എനിക്ക് പനി എന്തോ വന്നിട്ട് ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോ ഡോക്ടർ എനിക്ക് ടാബ്ലറ്റ് ഒക്കെ എഴുതി. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു ഈ മന്ത് ഇങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ അതൊക്കെ വെട്ടി അങ്ങനെ ടെസ്റ്റ് ചെയ്യും, അങ്ങനെ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ടെസ്റ്റ് അറിഞ്ഞത് ഞാൻ ടെസ്റ്റ് ചെയ്യാതിരിക്കാൻ കാരണം നമ്മൾ സ്പോട്ടിങ് വന്ന കാരണം ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അക്കോന്റെ ഭയങ്കര എന്താ പറയാ ട്രീറ്റ്മെന്റും കാര്യങ്ങളിലൂടെ ഒക്കെ ഡാക്കാൻ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും പ്രഗ്നന്റ് ആവില്ല എന്നുള്ളത് കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല കേട്ടോ. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പൊ ഹാപ്പിയാണ്, നമുക്ക് എന്തായാലും ഹാപ്പി ആവൂലോ. ഇതെന്നൊക്കെ വെച്ചാൽ ഒരു ഹാപ്പി ഉള്ള കാര്യമല്ല. അപ്പൊ ഫാമിലി എല്ലാവർക്കും പറഞ്ഞപ്പോ എല്ലാരും ഹാപ്പിയാണ്. പക്ഷെ എല്ലാവർക്കും ഈ ശ്വാസമുട്ടലിന്റെ ശ്വാസമുട്ടലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇനി കൂടുതൽ വയറൊക്കെ വരുന്തോറും നമുക്ക് അതിന്റേതായ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്തായാലും നമ്മൾ സമയത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. പ്രഗ്നൻസി ടൈമില് അതായത് ആ ടൈമിൽ ലാസ്റ്റ് ടൈമിൽ അല്ല ഡോക്ടർമാർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ എന്തായാലും കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് എന്തായാലും ചെയ്തല്ലേ. എനിക്ക് ശ്വാസം മുട്ടലെന്ന് വെച്ചാൽ കൊറോണ എന്നൊരു ഗിഫ്റ്റ് ആണ്. അത് എനിക്കിപ്പോ തോന്നുന്നില്ല അതിന് മാറുന്നു. അപ്പൊ എനിക്ക് എന്തായാലും ഒരു ബേബി നന്നായി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാറില്ലേ. ഞാൻ പറഞ്ഞു ഇനി ഹോമിയോ ആയുർവേദം ഇതൊക്കെ നോക്കിട്ട് നമ്മൾ ചെയ്യാം. ഹോമിയോ മരുന്നുകളും മര്യാദയ്ക്കൊന്നും ചെയ്യില്ല. അതാണ് ഏറെ പ്രശ്നം. സത്യം അതാണ്. എന്ത് പിന്നെ ഇതുകൂടി പറഞ്ഞിട്ടുണ്ടോ ചിലവർക്ക് ഇത് പ്രഗ്നൻസിയിൽ കുറയാനും ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ദൈവം സഹായിച്ച പ്രഗ്നൻസിയിൽ കുറയട്ടെ കേട്ടോ. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ശ്വാസം മുട്ടുള്ള നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ശ്വാസം മുട്ടുള്ള ആരെങ്കിലും പ്രഗ്നന്റ് അയച്ച അവരുടെ എക്സ്പീരിയൻസും കൂടി കമന്റ് ചെയ്യണം. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ശ്വാസം ഞാനൊക്കെ സംസാരിക്കണ്ടല്ലേ. യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം തന്നെ സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. സംസാരിച്ചതിന് കുഴപ്പമില്ല. ഇടയ്ക്ക് അപ്പൊ പലരും എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പലരും ഈ വീഡിയോ ഇടുമ്പോഴാവും അറിയുണ്ടാവുക. ഇതിലൊരു ഫോട്ടോ പോലും ഇടാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് ഫാമിലിയിലും പിന്നെ അത്രയും ക്ലോസ് ആയിട്ടുള്ള 1-2 പേരോട് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. വേറെന്തോ പറഞ്ഞത് ബാക്കി ഞങ്ങൾ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി വരും വീഡിയോസിൽ ചെയ്യാം. ഈ മടിയനായ യൂട്യൂബറോട് പറയുന്നത്. അപ്പൊ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ ചേച്ചോടക്ക് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ. ഫോണ് കളിക്കാം. ബൈ.